മുഅ്മിനേ, വേദന കൊണ്ട് പുളയുന്ന ഒരു നേരത്ത് അള്ളാഹുവിനോട് വെറുപ്പ് തോന്നരുതേ. നമ്മുടെ ഖൽബിലേക്ക് അത് വരരുത്. വേദന നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന വേദന നാളെ സ്വർഗലോകത്തേക്ക് ഹസനാത്തുകളായി, നന്മകളായി ഓരോ സെക്കൻഡും അനുഭവിക്കുന്ന വേദന വലിയ വലിയ നന്മകളായി അല്ലാഹു മാറ്റിത്തരികയാണെങ്കിൽ ജീവിതകാലം മുഴുവനും എനിക്ക് പ്രയാസം മതിയായിരുന്നു റബ്ബേ, എനിക്ക് സുഖം വേണ്ടില്ലായിരുന്നുവെന്ന് ചില ആളുകൾ നാളെ പരലോകത്ത് പറയുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ക്യാൻസർ പോലുള്ള രോഗം അത് വേദനാജനകമാണ്, വലിയ വിഷമമാണ്. എന്നാലും അള്ളാഹു അതിന്റെ ഉള്ളിൽ ഒരു റഹ്മത്ത് വെക്കുന്നില്ലേ? നമ്മൾ ആലോചിച്ചു നോക്കൂ. പെട്ടെന്ന് നമ്മുടെ ഹൈവേയിൽ, നാഷണൽ ഹൈവേ രണ്ടത്താണി, ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന ഈ ഹൈവേയിൽ വെച്ചെങ്ങാനും ഒരു അപകടത്തിൽ ഒരാൾ മരിക്കുകയാണെങ്കിൽ ഒരു വസിയത്ത് ചെയ്യാൻ നേരം കിട്ടിയോ? കടം വീട്ടാൻ നേരമായോ? കടം ആർക്ക് കൊടുക്കാനുണ്ടെന്ന് ആരോടെങ്കിലും പറഞ്ഞോ? ഇസ്തിഗ്ഫാർ ചൊല്ലാൻ നേരമായോ? മോശപ്പെട്ട ഒരു വീഡിയോ കണ്ടിട്ടാണ് അവൻ വാഹനം ഓടിച്ചു പോയതെങ്കിൽ, തൗബ ചെയ്യാതെയാണ് അവൻ മരിക്കുന്നതെങ്കിൽ, ആ മരണത്തെക്കാളൊക്കെ എത്രയോ ഭേദമല്ലേ കിടന്ന കിടപ്പിൽ 1 മാസമോ 2 മാസമോ 1 വർഷമോ കിടന്നാൽ ആ കിടത്തത്തിനൊടുവിൽ ഒരു മരണമാണെന്ന് ഡോക്ടർമാർ വിധി പറഞ്ഞാലും അതിനിടയിൽ എത്ര ഇസ്തിഗ്ഫാർ ചൊല്ലാൻ നേരമുണ്ട്, എത്ര അല്ലാഹുവിനോട് തൗബ ചെയ്യാൻ അവസരമുണ്ട്. മക്കളോട് പൊരുത്തപ്പെടിക്കാനും, കൂട്ടുകാരോട് മാപ്പ് ചോദിക്കാനും, കടം വീട്ടാനുള്ള വഴി എളുപ്പമാവാനും. മരിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്മാരായ മുഅ്മിനീങ്ങൾ മുഴുവനും പാവം കേട്ടോ, ഒരുപാട് വേദന സഹിച്ചു, ഒരുപാട് വിഷമം സഹിച്ചു എന്ന് പറഞ്ഞ് ഒരു വല്ലാത്ത സഹതാപത്തിന്റെ ദുആ, മുഅ്മിനീങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന സഹതാപം പോലും ദുആയാണ്. ആ ഒരു പ്രാർത്ഥന കിട്ടാൻ ഇതുപോലത്തെ രോഗികൾക്ക് അല്ലാഹു അവസരം നൽകുന്നുണ്ട്. എന്നാലും റബ്ബിനോട് ശിഫാഇനെ ചോദിക്കുക. അല്ലാഹുവേ നീ ശിഫ കൊടുക്കണേ തമ്പുരാനെ. നമ്മുടെ പ്രവർത്തകൻ ഉബൈദിന്റെ ഉമ്മ, അല്ലാഹുവേ ആ സഹോദരിക്ക് നീ ശിഫ കൊടുക്കണേ റബ്ബേ, അത്ഭുതകരമായി ശിഫ കൊടുക്കണേ റബ്ബേ, അത്ഭുതകരമായി ശിഫ കൊടുക്കണേ റബ്ബേ, അത്ഭുതകരമായ ശമനം കൊടുക്കണേ റബ്ബേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ.